ചേരുന്നത്. അജീഷ്, ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എവിടെ വരെ എത്തി അജീഷ്? ഉന്മേഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫരീദാബാദിലെ അൽ ഫലാ യൂണിവേഴ്സിറ്റിക്ക് മുൻവശമാണ്. ഇവിടെ ഇപ്പോഴും ഈ ഹരിയാന പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന്റെ പരിശോധന നടക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് വിഭാഗം പലതവണ അകത്തേക്ക് പോവുകയും അവർ ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയുണ്ടായി. അല്പസമയം മുമ്പ് വീണ്ടും അവർ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്താണ്, ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അടുത്താണ് ഈ ഡോക്ടർ മുസമ്മിൽ 2 മാസം മുമ്പ് വാടകയ്ക്ക് എടുത്ത ഒരു വീട്. ആ വീട്ടിൽ നിന്നാണ് 2600 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് 2 ദിവസം മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. അവിടെയും ഈ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവിടുന്ന് ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് അടുത്തുള്ള കടകളിലും മറ്റും വീടുകളിലും CCTV ഉണ്ടായിരുന്ന വീടുകളിലും മറ്റും ആ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കൊണ്ടുപോയി. കാരണം ഏതെങ്കിലും മറ്റാരെങ്കിലും ഒക്കെ അന്ന് ആ സമയങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ആ വീടുകളിൽ എത്തിയിരുന്നോ എന്ന് പരിശോധിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ CCTV ശേഖരിച്ചത്. ഇവിടെയും ഇപ്പോൾ ഏതാണ്ട് 70-ലധികം ജീവനക്കാരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഈ ഡോക്ടർ മുസമ്മിലൊപ്പം തന്നെ ഡോക്ടർ ഉമർ, ഡോക്ടർ ഷഹീദ് ഷഹീൻ, ഇങ്ങനെ 3 പേരാണ് പ്രധാനമായും ഈ ഭീകരാക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ളത്. ഇവർക്ക് സഹായമോ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ 6 പേരെയാണ് ഈ ആശുപത്രിയിൽ ഇവരുമായി പങ്കുണ്ട് അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ സംശയ നിഴലിലുള്ളത്. കൂടുതൽ ആളുകളെയും ചോദ്യം ചെയ്ത് വരികയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ ഇവർ ഒരു ബേസ് ക്യാമ്പായിട്ട് സ്വീകരിച്ച് ഈ ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. പ്രത്യേകിച്ച് ഈ ഡോക്ടർ ഉമർ, ഈ I-20 കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഡോക്ടർ ഉമർ, ഇയാൾ 2023 ഈ അൽഫലാബ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഇതിനകത്ത് മെഡിക്കൽ കോളേജ് അടക്കമുള്ളതുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത് 2023 അതിനു മുൻപ് അദ്ദേഹം അനന്തനാഗ് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായിരുന്നു. അവിടെ പക്ഷെ ഒരു കൈപ്പിഴ കാരണം ഒരു രോഗിയുടെ ജീവൻ നഷ്ടമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് അയാളെ പിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലും ഇല്ലാതെയാണോ ഒരു ഡോക്ടറെ ജോലിക്ക് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഈ ആശുപത്രി ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹി ഓഖ്ലയിലുള്ള ജാമ്യ നഗറിലാണ്. അവിടെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആസ്ഥാനം. അവിടെയാണ് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവിടെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ രേഖകളും മറ്റും പരിശോധിക്കുന്നുണ്ട്. ഈ ഉമറിനെ കൂടാതെ മുസമ്മിലിനെയും ഷഹീദ് ഷഹീനെ അടക്കമുള്ളവരെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ അൽഫലാബ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ മറ്റു ഒരു ബന്ധവും ഇവർക്ക് തങ്ങളുടെ സ്ഥാപനവുമായി ഇല്ല. അന്വേഷണവുമായി പൂർണ്ണമായിട്ടും സഹകരിക്കും. മാത്രമല്ല ഈ സ്ഥാപനത്തിനെതിരെ ഈ സ്ഫോടനത്തിന് ശേഷം വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. എന്തായാലും 1997 ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടായിരുന്നു ഇത് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2014 ഇത് യൂണിവേഴ്സിറ്റി ആകുന്നു, ഒരു സർവകലാശാല ആകുന്നത്. സ്വകാര്യ സർവകലാശാലയാണ്. ആ സർവകലാശാലയിലെ സ്റ്റാഫുകളായിരുന്നു ഈ ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 3 പേർ. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിനുള്ളിലെ ഒരു പള്ളിയിൽ നിന്നാണ് മറ്റൊരു ഇമാമിനെ കൂടി, ഇഷ്താഹിനെ കൂടി ഇന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളും ഈ മുസമ്മിൽ വാടകയ്ക്കെടുത്ത ഈ ആയുധങ്ങൾ കണ്ടെടുത്ത ആ 2600 കിലോ അമോണിയം നൈട്രേറ്റ് കണ്ടെത്തിയ വീട്ടിൽ വന്നു പോയിട്ടുള്ളതായി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.